സായിരാം. ഓം ശ്രീ തുടങ്ങല്ലേ? സായിരാം. ഭഗവാന്റെ സായി. പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തശ്ശോര്യജ്ഞത്തിന്റെ 283 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ശ്രീമതി ദീപ കല്ലിയോട്ടാണ്. ദീപ 3 പ്രാവശ്യം ഓങ്കാരം പറയുക, 3 സായി ഗായത്രി പറയുക, എന്നിട്ട് പറഞ്ഞുറങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. സായിരാം. സായിരാം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नत्सर्वप्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नत्सर्वप्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नत्सर्वप्रचोदयात्। ओम श्री साईराम. ശ്രീ സത്യസായി വാണി ഭാഗം 18 സേവനത്തിന്റെ പ്രകാശം. ഏതെങ്കിലും മൂലയിൽ ശ്വാസനിയന്ത്രണം ചെയ്ത് സോഹ എന്ന ജപത്തോടെ ഇരിക്കുവാനുള്ള പ്രേരണ സായി തത്വങ്ങൾ ഭക്തർക്ക് ഉപദേശിക്കുന്നില്ല. ഹേ സാധകരെ, ഉണരൂ, തയ്യാറെടുക്കൂ, സമൂഹ സേവനത്തിന് കുതിക്കൂ. ഇതാണ് സായി സന്ദേശം. അലസതയ്ക്കും ഉദാസീനതയ്ക്കും ഇവിടെ സ്ഥാനമില്ല. ഇന്ദ്രിയ നിയന്ത്രണം നേടുവാനായി സമൂഹ സേവനത്തിനിറങ്ങൂ. സേവനത്തിന് ഒഴിഞ്ഞുവെക്കാത്ത ജീവിതം ഇരുളടഞ്ഞ ക്ഷേത്രം പോലെയാണ്. അത് പിശാചുക്കളുടെ ഇരിപ്പിടമായിരിക്കും. സേവന പ്രകാശനത്തിനു മാത്രമേ ആധ്യാത്മിക സാധകനെ സുസജ്ജമാക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ സഹജീവികൾക്കായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സേവനം ചെയ്യൂ. ലാഭരഹിതമായി സംസാരത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഈശ്വരൻ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ് എന്നൊക്കെ വിളിച്ചു കൂവിയിട്ട് എന്ത് കാര്യം? ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഉണ്ടാകുന്ന നൈമിഷിക സന്തോഷത്താൽ നിങ്ങൾ കൈയടിക്കും. പക്ഷേ ഈ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവർ എത്ര? പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ചേർച്ച വേണം. ജപം, ധ്യാനം തുടങ്ങിയ ആധ്യാത്മിക സാധനകളെല്ലാം മനോനിയന്ത്രണത്തിനും ഈശ്വരനിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനും വേണ്ടിയാണ്. ഈ പാത അപര്യാപ്തമെന്ന് തോന്നിയാൽ ലക്ഷ്യത്തിൽ എത്തുവാൻ വഴിമാറുക തന്നെ വേണം. സമൂഹ സേവനമാണ് ഈ യാത്ര. എല്ലാ ഹൃദയങ്ങളിലും വ്യക്തികളിലും സകല ജീവജാലങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്ന അറിവോടെ സേവനം ചെയ്യുക. ഭാരതീയ പാരമ്പര്യത്തിൽ ഭഗവാൻ അതിമനോഹരമായ നാമങ്ങളിൽ ഒന്ന് സർവഭൂത അന്തരാത്മ, അതായത് എല്ലാവരുടെയും ഹൃദയവാസി, സകല ജീവജാലങ്ങളിലും വസിക്കുന്നു. ഈ പരമാത്മാവിനെ ആരാധിക്കുക. ഈശ്വരന് പ്രത്യേക ക്ഷേത്രങ്ങളൊന്നും ആവശ്യമില്ലെന്നും അറിയുക. അനശ്വരമായ ആത്മാവിന്റെ ക്ഷേത്രം ശരീരമാണ്. വ്യക്തിക്ക് അസ്തിത്വം കൊടുക്കുന്നതും ഇതുതന്നെ. ഈ മഹാസത്യം മറന്നുകൊണ്ട് മനുഷ്യർ ക്ഷേത്രങ്ങൾ മോടി പിടിപ്പിക്കുകയാണ്. അതിന്റെ ബാഹ്യ മോടിയിലാണ് അവർക്ക് ശ്രദ്ധ. എല്ലാറ്റിനെയും നിലനിർത്തുന്ന ഹൃദയവാസിയെ അവർ പരിഗണിക്കുന്നതേയില്ല. പ്രധാനമായത് ശരീരമല്ല, അതിനകത്ത് വസിക്കുന്ന ചൈതന്യമാണ്. ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യം സാധിക്കുന്നതുവരെ നിങ്ങൾ സേവനത്തിൽ മുഴുകിയിരിക്കുക. നിസ്വാർത്ഥമായ സമർപ്പണ ഭാവത്തോടെയുള്ള പരിശുദ്ധ ഹൃദയത്തോടെയുള്ള സേവനമാണ് പാത. ജീവിതം മുഴുവനും ഈ ലക്ഷ്യത്തിനായി ഒഴിഞ്ഞുവെച്ചാൽ ഈശ്വരന്റെ പ്രത്യക്ഷാനുഭവം ലഭിച്ചു തുടങ്ങും. വെറുപ്പ്, സംഘം എന്നിവ കഴിയുന്നത്ര ഒഴിവാക്കൂ. മനസ്സും ശരീരവും മലിനമാകാതെ കഴിയുന്നത്ര ശ്രമിക്കുക. അല്ലയോ മാനവ, അറിയൂ, ഗ്രാമസേവ തന്നെ രാമസേവ. പ്രേമഗംഗ ഒഴുകുമ്പോൾ രാമരാജ്യമായി.
പ്രേമരാഹിത്യത്തിൽ പുരോഗതിയുമില്ല. സേവനമില്ലാതെ മനുഷ്യൻ ഉന്നതിയുമില്ല. സേവനത്തിലൂടെ മാത്രമേ മനുഷ്യന് മാനവ ജീവിതം വീണ്ടെടുക്കുവാൻ കഴിയൂ. പ്രേമവും ദയയും ഇല്ലാത്തവന് മാനവൻ എന്ന പേരിന് അർഹത പോലുമില്ല. പ്രേമവും സേവനവുമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പാത. പ്രേമം പോഷിപ്പിക്കുകയാണ് ആദ്യ ചുവട്. പ്രേമത്തിന്റെ അടിത്തറയാകട്ടെ വിശ്വാസം. വിശ്വാസവും പ്രേമവും ഉണ്ടെങ്കിൽ ശാന്തിയായി. ആ ശാന്തിയിലാണ് സത്യം വസിക്കുന്നത്. സത്യം ത്യാഗത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. അതാണ് അനശ്വരതയിലേക്കുള്ള താക്കോൽ. ആത്മവിശ്വാസമാണ് വിശ്വാസത്തിന് അടിത്തറ. 2 നാൾക്ക് ശേഷമുള്ള തന്റെ ഭാവിയെപ്പറ്റി ഉറപ്പില്ലാത്ത മനുഷ്യന് എങ്ങനെ ഈശ്വരനിൽ വിശ്വാസമുണ്ടാകും? വിശ്വാസമുള്ളവനെ ഈശ്വരനിൽ വിശ്വസിക്കുവാനും കഴിയൂ. നരൻ നാരായണനാണ്, നാരായണൻ തന്നെയാണ് നരനും. നരനാരായണന്മാരെ ബന്ധിക്കുന്ന കണ്ണി പ്രേമവും. പ്രേമം എന്ന പ്രേരക ശക്തിയുമായി സേവന പാതയിലൂടെ പോകുന്ന സാധകന് ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഓം ശ്രീ സായിരാം. സൈലം വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു അമ്മ. അപ്പൊ അതിന്റെ അനുഭവം പങ്കുവെച്ചോളൂ. സായിരാം. എൻ്റെ പേര് ദീപ അജയൻ. സ്ഥലം പെരിയാണ്. കുറച്ചുനാൾ എസ് എൻ പോളിടെക്നിക് എസ് എൻ കോളേജിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വായി പാതയിൽ ഡിവോട്ടി ആകാനുള്ള നിമിത്തം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ളൊരു ഫാമിലി വർഷങ്ങളോളം സായി ഡിവോട്ടീസ് ആയിരുന്നു. അങ്ങനെ ഒരിക്കൽ എന്നെ ഒരു കുടുംബ സംഗമത്തില് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആദ്യമായിട്ട് ഒരു സ്വാമിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന. ഭജൻസ് ഒക്കെ വളരെ ഹൃദയത്തിൽ വളരെയേറെ സ്പർശിക്കുന്ന ഭജൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം സ്വാമിയിൽ ഒരുപാട് ആഗ്രഹം തോന്നിയത്, ആ സ്വാമിയുടെ പാതയിലേക്ക് വരണമെന്ന്. ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്കിപ്പോ ബാലവികാസ് സ്വാമിയുടെ അനുഗ്രഹത്തിൽ ബാലവികാസ് ബാലവികാസ് ടീച്ചർ ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 12 കുട്ടികളെ ഏകദേശം പഠിപ്പിക്കുന്നുണ്ട്. 12 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന് വരുമ്പോഴൊക്കെ ഞാൻ ഇതുവരെ പുട്ടപർത്തിയിൽ പോയിട്ടില്ല. അപ്പം സ്വാമിയുടെ ആശ്രമത്തിനെ കുറിച്ച് കുറേ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ സ്വാമിയുടെ ഡിവോട്ടീസ് ആയിരുന്നു. അവരൊക്കെ ഈ പുട്ടപർത്തിയെ കുറിച്ചും ആശ്രമത്തെ കുറിച്ചൊക്കെ പറയുമ്പം ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ പോയി കാണണം എന്നുള്ള ആഗ്രഹം അന്നേ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് നാട്ടിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ബാലവികാസ് ടീച്ചർ ആകാൻ പെട്ടെന്ന് തന്നെ സ്വാമി വഴിയൊരുക്കി തരുമെന്നുള്ള കാര്യം തീരെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഈ കഴിഞ്ഞ 4-ാം തീയതി എൻ്റെ ബാലവികാസ് കുഞ്ഞുങ്ങളുമായിട്ട് ഞാന് ആശ്രമത്തിൽ പോവുകയുണ്ടായി. ആശ്രമത്തിൽ പോയി എല്ലാവരും വളരെ ഞങ്ങൾ 39 പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും അവരുടെ പേരൻസും ബാലവികാസ് കുഞ്ഞുങ്ങളുടെ പേരൻസും എല്ലാവരും ചേർന്ന് ആശ്രമത്തിൽ പോയി. എല്ലാ സ്ഥലവും സ്വാമിയുടെ എല്ലാ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം കണ്ടു. സന്തോഷമായി. സ്വാമിക്ക് നമസ്കാരം ചെയ്തു. കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമായി. ഒരിക്കലും ഞാനിങ്ങനെ അന്ന് ആഗ്രഹിച്ചത് ഈ ഒരു സമയത്താണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. 10 വർഷം 12 വർഷത്തിന് മുമ്പേ ഞാനിങ്ങനെ സ്വാമിയുടെ ആശ്രമം കാണണം, എനിക്ക് അവിടെ പോകണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. പക്ഷെ എനിക്ക് അത് സാധിച്ചത് ഈ 17 വർഷത്തിന് ശേഷമാണ്. വളരെ അത് ടീച്ചറായി ഒരു ടീച്ചറും കൂടെ ആവാൻ സ്വാമി എനിക്ക് അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വാമിയിൽ നിന്നുണ്ടായ ഒരു വലിയ അനുഗ്രഹം. സായിരാം. ദീപ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞു അമ്മ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു അനുഭവം പറയാം. ഒരു കുട്ടിയുടെ, അതായത് നമ്മളെല്ലാവരും ഭഗവാനെ പറ്റി വിചാരിക്കുന്നു. ഭഗവാൻ തന്നെ നമ്മളെ പറ്റി വിചാരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാമോ? അറിയില്ല അല്ലെ? എപ്പോഴും സ്വാമി പറയണത് ബി ഇൻ ഗോഡ്സ് തോട്ട്സ്. ഈശ്വരന്റെ വിചാരങ്ങളിൽ നിങ്ങൾ ഉണ്ടാവണം. അതിനെന്താണ് വേണ്ടത്? അത് ഒരു വിദ്യാർത്ഥിയുടെ അനുഭവത്തിലൂടെ ഞാൻ പറയാൻ പോവാണ്. അതായത് ഭഗവാന്റെ വൈറ്റ്ഫീൽഡിലെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളാണ്.
അപ്പൊ അവരോടും സ്വാമി വൈറ്റ്ഫീൽഡിൽ താമസിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അവിടെ ഭഗവാന്റെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും കളിയും പഠിത്തവും പ്രഭാഷണവും കലാ പരിപാടികളും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ഒരു ബഹുമുഖ പ്രതിഭകളാക്കുകയാണ്. എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളിലും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരവരുടെ ടാലൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് സ്വാമിയുടെ കോളേജുകളിലുള്ളത്. പക്ഷെ അപ്പോ സ്വാമി അച്ഛനമ്മമാര് പറയണ പോലെ തന്നെ കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് ഡിവിഷനും വാങ്ങിക്കുകയാണെങ്കിൽ അതുള്ള എല്ലാ കുട്ടികളെയും ഞാൻ എൻ്റെ കൂടെ ഊട്ടിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ദീപ വീഡിയോ ഓഫ് ചെയ്തോളൂ. അപ്പൊ എല്ലാവരെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. നന്നായിട്ട് പഠിക്കുകയാണ്. അച്ഛനമ്മമാര് സമ്മാനം കൊടുക്കുന്നു പറയുന്നത് പോലെയാണല്ലോ സ്വാമി പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അസലായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷെ അതിലൊരു കുട്ടി, അവന് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പഠിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവൻ വിചാരിച്ചു ഈ കോളേജിൽ താമസിക്കുന്ന സമയത്തല്ലേ സ്വാമിയുടെ സാമീപ്യം കിട്ടുള്ളൂ. ഇത്രയധികം സ്വാമിയെ അടുത്ത് കാണാനും സ്വാമിയുടെ സംഭാഷണം കേൾക്കാനും ഒക്കെ എവിടെ അവസരം കിട്ടും? അതുകൊണ്ട് പഠിത്തം ഉണ്ടെങ്കിലും അവൻ കൂടുതൽ ശ്രദ്ധ സ്വാമി എവിടെയൊക്കെ ചെയ്യും അവിടെ എല്ലാം അവൻ എത്തും. അവൻ സ്വാമിക്ക് വേണ്ടി കാത്തു നിൽക്കും. അങ്ങനെ പരീക്ഷ വന്നു, റിസൾട്ട് വന്നു. അവന് ഫസ്റ്റ് ക്ലാസ് ഇല്ല, ബാക്കി എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്, ഫസ്റ്റ് ഡിവിഷനും ഉണ്ട്. അപ്പം എല്ലാവരും ഉത്സാഹത്തോടുകൂടി ഊട്ടിക്ക് പോകാനായിട്ട് റെഡി ആവാണ്. അപ്പൊ അവൻ വിചാരിച്ചു എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഭഗവാൻ പോണ സമയത്ത് കാറിൽ പോകുമ്പം ഭഗവാന്റെ കാറിന്റെ ദർശനമെങ്കിലും കാർ ദർശനം എടുക്കാം എന്ന് പറഞ്ഞ് അവൻ സ്വാമി വരാൻ വേണ്ടി കാത്തു നിൽക്കും. സ്വാമി 4:30 മണിക്കാണ്, രാവിലെ വെളുപ്പിന് 4:30 മണിക്കാണ് ഊട്ടിയിലേക്ക് പോകുന്നത് എല്ലാവരും. കാരണം വൈകുന്നേരം എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാത്രിയായി പോകും. അന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ട് അതിരാവിലെ തിരിക്കും. അപ്പം ഇവൻ വിചാരിച്ചു എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല, എന്നാ ഭഗവാന്റെ ദർശനമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അവൻ ആ വഴിയിൽ ഇങ്ങനെ കാത്തു നിന്ന് സ്വാമിയുടെ കാറ് പോകുന്ന കണ്ടു. കുട്ടികളൊക്കെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി അവരവരുടെ പാക്കെല്ലാം ചെയ്ത് എല്ലാവരും കാറുകളിലൊക്കെ കയറുകയാണ്, കാറുകളിലും വാനിലും ഒക്കെ കയറുകയാണ്. അവന് വിഷമം തോന്നിയില്ല. അവൻ ഒന്ന് മാത്രം വിചാരിച്ചു, കഷ്ടമായിപ്പോയി, അല്പം കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അവന്റെ മനസ്സിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോയി, കടന്നുപോയി. ആ മാത്രയിൽ അവൻ അങ്ങനെ ചിന്തിച്ച് ചീർന്നത് അവന്റെ തോളിൽ ആരോ തൊടുന്നതായിട്ട് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ അവരുടെ ഹോസ്റ്റലിലെ വാർഡനായ ഡോക്ടർ ലക്ഷ്മി നാരായണൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്നെ എത്ര നേരമായിട്ട് ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്, നീ ഇവിടെ നിൽക്കുകയാണോ? എന്താണ് സാറിന് ചോദിച്ചു. പറഞ്ഞു, അതായത് നീ വേഗം പെട്ടി തയ്യാറാക്കി യാത്ര ചെയ്യൂ, സ്വാമി പറഞ്ഞു നിന്നെ പ്രത്യേകമായിട്ട് വിളിക്കണം, അവനെയും കൂടെ കൊണ്ടുപോകണം, പെട്ടെന്ന് പെട്ടി തയ്യാറാക്കുമെന്ന് പറഞ്ഞു. അവൻ പെട്ടിയൊന്നും തയ്യാറാക്കിയിരുന്നില്ല, ഡ്രസ്സൊന്നും റെഡിയാക്കി വെച്ചിരുന്നില്ല. അവൻ വേഗം മുറിക്കകത്ത് പോയി, ഒരു 4-5 കുട്ടികൾ ഒരുമിച്ചല്ലേ താമസിച്ചത്. ഫ്രണ്ട്സിന്റെ ഒക്കെ കിട്ടിയ ഉടുപ്പൊക്കെ എടുത്ത് അവനൊരു വെട്ടിയെടുത്ത് അതിനകത്ത് ഇട്ട് വേഗം ചാടി പുറപ്പെട്ട് പിന്നെ കുട്ടികളെല്ലാവരും, അപ്പം കുട്ടികളുടെ കാറുകളൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിലൊരു കാറിലേക്ക് അവൻ സാധനങ്ങളൊക്കെ വെച്ച് കയറി. കുറച്ചു ദൂരം ഒരു 10 മിനിറ്റ് മുന്നോട്ട് പോയപ്പോ സ്വാമി എല്ലാ കാറുകളും നിർത്തിയിട്ട് റീഅറേഞ്ച് ചെയ്തപ്പോ ഈ കുട്ടിയെ സ്വാമി ഇരിക്കുന്ന കാറിന്റെ മുൻവശത്ത് ഡ്രൈവറുടെ അടുത്തായിട്ട് ഇരുത്തി സ്വാമി. എന്നിട്ട് സ്വാമി പറഞ്ഞു, ഇത്തിരി കൂടെ ഞാൻ പഠിച്ചിരുന്നെങ്കിലോ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പം അവന് ഭയങ്കര സന്തോഷമായിട്ട് അവൻ തിരിഞ്ഞു നോക്കി സ്വാമിയെ നോക്കി നമസ്കരിച്ചു. എന്നിട്ട് 2 സീറ്റിന്റെ ഇടയിൽ കൂടെ സ്ഥലത്ത് തൊട്ട് സ്വാമിയുടെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചു. വളരെ കൃതജ്ഞത തോന്നി അവന്. അപ്പൊ സ്വാമി പറഞ്ഞു, നീ പാസ്സായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? യൂണിവേഴ്സിറ്റി ഒന്നല്ല, ഞാനാണ്. നീ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായിട്ടുണ്ട് എന്ന് പറയും ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഏത് യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കിനേക്കാളും പ്രധാനമാണ് നിന്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ. ആ ചിന്തകൾ ഈശ്വരോന്മുഖമാകുമ്പോൾ ആ ഭഗവാന്റെ ചിന്തയും, നീ ഭഗവാനെ പറ്റി ചിന്തിക്കുമ്പോൾ നിന്നെ കുറിച്ച് ഭഗവാൻ ചിന്തിക്കും.
അതുകൊണ്ട് നീ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോ ഞാൻ നിന്നെ കുറിച്ച് ചിന്തിച്ചു, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി വളരെ സ്നേഹത്തോടു കൂടി സ്വാമിയോട് പറഞ്ഞു, സ്വാമി, ഞാന് കിട്ടുന്ന സമയത്ത് അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ആ പ്രത്യേക നിമിഷത്തിൽ അങ്ങയുടെ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വാമി എന്നെ അങ്ങയുടെ ചിന്തയിൽ സൂക്ഷിച്ചതിന് 100 നമസ്കാരം എന്ന് പറഞ്ഞ് വീണ്ടും ആ സീറ്റിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഇതാണ് ഭഗവാൻ പറയുന്നത്, ബി ഇൻ ഗോഡ്സ് തോട്ട്സ്. ഈശ്വരന്റെ ചിന്തകൾ നിങ്ങൾ ഉണ്ടായിരിക്കാനുള്ള മാതിരി നമ്മൾ പെരുമാറണം. സായിരാം. ഭഗവാന്റെ വെച്ചോളൂ ഫ്രണ്ട്സേ. സായിരാം. మన సంపదకు జగత్తులో ఉండినటువంటి యొక్క సముద్రమునకు కొంత సంబంధాన్ని మనం విచారించాలి. We have to inquire the relationship that exists between our wealth and the ocean outside. సముద్రమునకు వాళ్ళ నీటికి ఉండినటువంటి సంబంధమే మన ధనమునకు మన కర్మలకు కలిగినటువంటి సంబంధం. The relationship that exists between the ocean and the rainwater also exists between our wealth and the outside society. సముద్రము జలము ఆవిరిగా మారుతుంది. The sea water transforms into vapor. అది ఒక దట్టమైనటువంటి యొక్క పొగగా రూపొందుతుంది. The vapor transforms into ఆ పొగనే మేఘంగా మారుతుంది. that becomes cloud. ఆ మేఘమే జలమును అందిస్తుంది, వర్షమును కురిపిస్తుంది. Is the cloud that rains. ఆ జలమే సెలయేరులై పారుతాయి. The rainwater flows ఆ like a river. సెలయేరులే నదులుగా వచ్చి తిరిగి సముద్రంలో ప్రవేశిస్తాయి. These lakes flow into river and merge into ocean. అదే విధముగానే ధర్మము నుండి మనము కొంత కర్మను ఆచరిస్తూ రావాలి. Similarly, out of this dharma, the righteousness, we should resort to ఈ action. ధర్మమే ఒక సముద్రము. This righteousness is an ocean. ఈ సముద్రం అనే ధర్మము నుండి క్రియారూపమైనటువంటి యొక్క మేఘములుగా మనం రూపొందాలి. Out of this ocean of righteousness, we have to become the clouds of action. ఈ యొక్క మేఘముల నుండి కురిచేటువంటి యొక్క వర్షమే మానవుని యొక్క ప్రేమ బిందువులు. The rain that drops out of the cloud of action are the drops of love. ఈ ప్రేమ బిందువుల యొక్క చేరికనే సెలయేరులు. The combination of the drops of love are the flows. ఈ సెలయేరుల యొక్క త్యాగమే సముద్రం యొక్క ఐక్యం. The sacrifice of these rivers is the unity in notice in ఈ ocean. త్యాగము గావించినప్పుడే మన జన్మస్థానమైనటువంటి యొక్క స్వస్థానమును మనం చేరగలుగుతున్నాము. Because of this sacrifice only, we are able to go back to our place of origin. ദീപ ഭജന പാടിക്കോളൂ. സായിരാം. जय जय जननी साई जननी अम्बे भवानी मां. जय जय जननी साई जननी अम्बे भवानी मां. जय मां जय मां जय मां जय मां. साई भवानी मां. साई भवानी मां. सत्य साई भवानी मां. सत्य साई भवानी मां. जय जय जननी साई जननी अम्बे भवानी मां. जय जय जननी साई जननी अम्बे भवानी मां. सिंहवाहिनी त्रिशूलधारिणी अम्बे भवानी मां. सिंहवाहिनी त्रिशूलधारिणी अम्बे भवानी मां. जय जय जननी साई जननी पर्ति निवासिनी मां.
जय जय जननी साई जननी पर्ति निवासिनी मां जय मां जय मां जय मां जय मां साई भवानी मां साई भवानी मां सत्य साई भवानी मां सत्य साई भवानी मां जय जय जननी साई जननी अम्बे भवानी मां जय जय जननी साई जननी अम्बे भवानी मां जय मां साई भवानी मां जय मां साई भवानी मां सत्य साई भवानी मां सिंहवाहिनी त्रिशूलधारिणी अम्बे भवानी मां सिंहवाहिनी त्रिशूलधारिणी अम्बे भवानी मां जय जय जननी साई जननी पर्ति निवासिनी मां जय जय जननी साई जननी पर्ति निवासिनी मां जय जय जननी साई जननी अम्बे भवानी मां നന്നായിട്ട് പാടി ദീപ. നൈസ്. സായി ഉപമ. ശരീരം ഒരു കുടമാണെങ്കിൽ ക്രോധം, ദ്വേഷം, ലോഭം, അസഹിഷ്ണുത എന്നിവ ആ കുടത്തിലെ ദ്വാരങ്ങളാണ്. ശാന്തി, സൗഖ്യം, സന്തോഷം എന്നീ ജലം ഈ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഒഴുകി കുടം ശൂന്യമാകുന്നു. ആ കുടത്തിലെ ദ്വാരങ്ങൾ നികത്തിക്കൊണ്ട് ഈ ജലം പുറത്തേക്ക് ഒഴുകുന്നത് തടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ജയ് സായിരാം. ദീപ സമസ്ത ലോക സുഖിനോ ഭവന്തു പറഞ്ഞോളൂ 3 പ്രാവശ്യം. ശരി മാം. ശരി. സമസ്ത ലോക സുഖിനോ ഭവന്തു സമസ്ത ലോക സുഖിനോ ഭവന്തു സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.